ഗൈസ് ഗൈസ് നമ്മളപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഔട്ടിങ്ങിന് പുറത്ത് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകാറായി. ഇനി ഏകദേശം കയ്യിലെണ്ണാൻ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് അടുത്ത ശനിയാഴ്ച, അതും അടുത്ത ശനിയാഴ്ച പറയുന്നതിനേക്കാൾ നല്ലത് കയ്യിലെണ്ണാൻ ദിവസങ്ങളേ ഉള്ളൂ എന്നാണ് എനിക്കത് ഉചിതമായി തോന്നിയത്. അപ്പോൾ പുറകിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. മിന്നുഫുൾ വീട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ സ്പീഡിൽ അതാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഓട്ടോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിളിച്ചിട്ടല്ല, തിരിച്ച് ആരെയും കൊണ്ടുവിടാൻ പോയ ഓട്ടോ തിരിച്ചു വരും. നമ്മൾ അവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ചേട്ടൻ തിരിച്ചു വരുമ്പോൾ അതിനുള്ളിൽ ആളുണ്ടെങ്കിൽ നമ്മൾ ചമ്മുവാണ് ഞങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ കാണാം ഗൈസ്. നമ്മുടെ ഓട്ടോ ഇതാ വരുന്നുണ്ട്. കയറ്റുമില്ലോ എന്നറിയത്തില്ല. ഇവിടെ ഒരാൾ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈസ് തന്നെ ഇന്ന് വർത്താനമൊക്കെ പറയുന്നു. ഗൈസ് അങ്ങനെ നമ്മളത് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ബസ് കാത്തു നിൽക്കുന്ന ചടങ്ങാണ്. ചടങ്ങല്ല, രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളം അറിയത്തില്ല ഗൈസ്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ സ്റ്റേറ്റ് ബാങ്കിലേക്ക് ബസ് കയറി. പിന്നെ അവിടെ നിന്ന് ഡിമാർട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചേ. ഡിമാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് വാങ്ങാമല്ലോ. ഗൈസ് നമ്മളപ്പോൾ ആദ്യം വന്നേക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ സ്നാക്സ് ഐറ്റംസിൻ്റെ സെക്ഷനിലാണ്. അങ്ങനെ സ്നാക്സ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ക്ലാസ്സിലെ രണ്ടുപേരെ കണ്ടുപിട്ടിയത്. ഗൈസ് കണ്ടുപരിച്ചുള്ള രണ്ട് മുഖങ്ങൾ, അല്ല വെന്നീസാനും. അപ്പോഴായിരുന്നു ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. മിക്ക ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവരും ഇന്നിവിടെ ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാവേ. ഗൈസ് അനീന ജോളി സ്നാക്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെടുത്ത് കൈ പിടിച്ചേക്കുന്നത് നമുക്ക്. നമ്മൾ തപ്പി വന്ന സാധനം ഇവിടെ ഇല്ല. അതൊഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നൊരു സാധനം ഉണ്ട്, അതിന്ന് ഇവിടെ ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഫ്രണ്ടിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് പുറകെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നും കിട്ടുന്നില്ല. ഗൈസ് വീണ്ടും രണ്ട് നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ കണ്ടിരിക്കുകയാണ്. മേരിലെന്നെ ലിയെ അഭിനയൊക്കെ ഉണ്ട്. ഇനി അവരെയും പോയി എടുത്തിട്ട് അമ്മ പറഞ്ഞ അലക്കുന്നേയും കുളിക്കുന്നത്തെ സോപ്പ്. ഗൈസ് കുളിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിലാണിപ്പോൾ. അതൊക്കെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ്, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല എന്തൊക്കെ വാങ്ങണം. എന്തോ എന്തോ എന്തേട്ടാ ഗൈസ് തുണി അലക്കാനുള്ള സോപ്പ്. യെസ് ഗൈസ് ആര്യന്തൊക്കെ അങ്ങനെ ശീലമില്ലാത്ത വലിയ പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് കുളിക്കുന്ന സോപ്പുകളൊക്കെ വാങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസത്തേക്കാണ് പോകുവാണെങ്കിൽ നമുക്ക് നല്ല അധികവും വരുമ്പോൾ നേരിട്ട് നാട്ടിലുണ്ടാവും. വേസ്റ്റാണ്. ഹോസ്റ്റലിലേക്കാണ് നമുക്ക് യൂസിൽ നമുക്ക് പറ്റും. പക്ഷേ ഇതൊന്നും പറ്റത്തില്ല. 14 ദിവസം അപ്പോൾ നമുക്ക് കുറച്ച് സാധനം. ഇപ്പം ഞങ്ങൾ ഒരു സോപ്പ് കൊണ്ട് നമ്മൾ 4 പേര് തുണി ആക്കാൻ ധാരാളം. ഗൈസ് ഫസ്റ്റ് ഫ്ലോറിൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോവുകയാണ്. സോറി ഗൈസ് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എന്തോ കാണിക്കുവോ? ഞങ്ങൾ പോവാ. ബൈ. ഇതൊക്കെ എന്തിനാ? എന്താ ഒന്നും ആവശ്യമില്ലാത്ത നമ്മൾ ഡ്രസ് സെക്ഷനിലാണ് ഗൈസ് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ഡ്രസ്സും പാൻറ്റും എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. എന്താ പറ്റി? ഇവളത് ഈ രണ്ട് ടീഷർട്ട് ഇങ്ങനെ തോളത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ
ഒരു അക്ക ഇവിടെ വന്നിട്ട് ചോദിച്ചു മോളെ ഡിമാർട്ടിലെ ആളാണോ? അങ്ങനെയല്ല ചോദിച്ചത്. പിന്നെ നല്ല ചെറുപ്പം തോന്നുന്നുണ്ടല്ലോ. ഓ പിന്നെ ഞാനിതിനോട് കേട്ടോണ്ടിരിക്കായിരുന്നു. ആ മോളെ കോട്ടൺ ഡ്രസ് എവിടെയാ കിട്ടുന്നതെന്ന്. ശരി, ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടടാ. അവിടെ ഉള്ളപ്പോ തിരക്കാൻ കേക്ക് എല്ലാവർക്കും നമ്മള് വെറും കൈയോടെ നമ്മൾ വന്ന് നമ്മളുടെ ചരിത്ര സാധനങ്ങൾ ഇനിയുണ്ട്. പച്ച എന്റെ പച്ചയല്ല പിള്ളേരൊക്കെ പോട്ടെ സനീനോട് പോയി പെട്ടെന്ന് നമുക്ക് അവിടെ ഫോളോ ചെയ്യണം. അല്ല ഫോളോ ചെയ്യണ്ട. അവിടെ ലേസ് വേണ്ട ഏതൊക്കെയാണ് എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ എന്തൊരു മുടി ഒരു ചീപ്പെടുത്തന്റെ തലമുടിയിൽ കേളി കേളായി വിനയുടെ മുടി. എന്നിട്ടൊന്നും അറിയാത്തോണ്ട് മാറിയിട്ട് വീഡിയോ എടുക്കാം. കേറിയപ്പോ എന്ത് വാങ്ങുമെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ അതേ ട്രോളി നിറച്ച സാധനങ്ങൾ. ഇനി നമ്മൾ ബില്ലടിക്കാൻ പോവാണ്. ഗൈസ്, ഇവിടെ വീഡിയോ അലോഡല്ല. പാതി നേരം നമ്മൾ വീഡിയോ എടുത്തതിനെ അവർ ഓഫ് ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ പാതി വീഡിയോ എടുക്കാണ്ട് നമുക്ക് പുറത്തിറങ്ങി നമുക്കൊരു ഫുഡ് കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തലയിറങ്ങി എവിടെയെങ്കിലും വീഴും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വേണം. ഈ ഹാങ്ങർ എന്തെങ്കിലും ഹാങ്ങറും എടുത്തോണ്ട് വന്നേക്കുവാ. ഹാങ്ങർ സഹിതമാണ് ആര്യന്ത വാങ്ങിയേക്കുന്നത്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ കിറ്റ് എടുത്തിട്ടില്ലായിരുന്നു. സാധനങ്ങൾ വാങ്ങി കഴിയുമ്പോൾ ഇടാനുള്ള കിറ്റ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ബാഗിന്റെ ഉള്ളിൽ സാധനം, ഇതിന്റെ ഉള്ളിൽ സാധനം, എന്റെ ബാഗിന്റെ ഉള്ളിൽ ഫുള്ള് സാധനം. നിങ്ങൾ കണ്ടിട്ട് ഏറ്റവും വെയിറ്റ് എന്ത് സാധനം അറിയോ? ലേസിന്. ഇത് നിറച്ച് ലേസ് മാത്രമേ ഉള്ളൂ. കണ്ട ലേസ് കണ്ട ബിങ്കോ. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? യെസ്, ഫുഡ് കഴിക്കണം, അത്യാവശ്യമാണ്. നമ്മളപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആര്യന്താവി. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കട തുറന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. കാരണം നോമ്പൊക്കെ ആയത് കാരണം ഉറപ്പില്ല. അനീനജോളി ഫ്രണ്ടിലേ പോകുന്നുണ്ട്. തുറന്നോ ഇല്ലെന്ന് അറിയാനായിട്ട്. തുറന്നോ? യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ കട തുറന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പുറകിൽ വണ്ടി ഹോൺ അടിക്കുന്നുണ്ട്. സ്റ്റിൽ ബിനോയ് വീഡിയോ എടുക്കുകയാണ്. അതാണ്. ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മേലോട്ട് കയറിയപ്പോൾ അവർ പറഞ്ഞ് താഴെ കൊണ്ട് സാധനം വെച്ചോളാം. സ്ഥലമില്ല ഗൈസ്. അതാ മന്തി കഴിക്കണം. ഗൈസ്, ആര്യനന്ദ ഇവിടെ ഒരാളെ കണ്ടു. ഗൈസ്, മറ്റേ ദുരന്തറില്ലേ അതിനകത്ത് ഈ പുള്ളിനെ കണ്ടോ? അക്ഷയ് ഖന്ന. ആ പുള്ളി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതും കൂടെ വേണമെന്നായിരിക്കും നിങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതേപോലെ നടത്തിയൊക്കെ അതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ട് ആഡ് ചെയ്യാൻ ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് സ്ട്രീറ്റിലോട്ടാണ്. അതാ, അത് നല്ല വെയിലും ഉണ്ട്. സോ നമ്മൾ കുടയൊക്കെ നിവർത്തുവാണ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ഉഷാറായപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കടയിൽ കയറി ഓരോ സാധനങ്ങൾ നോക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്ത് ക്ഷീണിച്ച് നമ്മളത് ബസ് കയറാൻ പോവാണ്.
കഴിഞ്ഞു. ഷോപ്പിംഗ് എല്ലാം അത്യാവശ്യം കഴിഞ്ഞു. സൈനിങ് ഓഫ്. യെസ്, ക്ഷീണിച്ച്. അപ്പോൾ ഗൈസ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ടോ. അതാ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലെ എൽസാപ്പി ജേക്കബ് ഗൈസ്. അപ്പോൾ നമ്മൾ വെട്ടം നോക്കി നിന്നതാണ്. പറയാം എല്ലാവരും കാണുമ്പോൾ തന്നെ അറിയാം. രാവിലെ 9 മണിക്ക് ഇറങ്ങി നമ്മൾ തിരിച്ചു കയറുന്നത് 6 മണിയായപ്പോഴാണ്. ക്ഷീണിച്ച്, ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്. ഭയങ്കര വെയിലൊക്കെ അല്ലായിരുന്നോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതാ തെണ്ടി നടക്കുമല്ലോ സാധനങ്ങൾ മേടിക്കും. കണ്ടോ കൈ നിറച്ച സാധനങ്ങൾ. ഞങ്ങളുടെ നാട്ടിലെ തെണ്ടി നടപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക എന്ന് പറയും. കാരണം നമുക്ക് ടൂറൊക്കെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അങ്ങനെ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ എന്താന്ന് മറ്റേ പാക്കിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആരെടുക്കും? അതുകൊണ്ട് പാക്കിംഗ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടമാണ് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.